നമസ്കാരം. അവൻ്റെ അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് എന്ന് കല്യാണരാമനിലെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഇത് തന്നെയായിരുന്നു പല പ്രേക്ഷകർക്കും പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം ഞാൻ ഈ ചിത്രമായ പാരഡൈസ് മലയാളത്തിലേക്ക് അതിൻ്റെ ട്രെയിലർ റീമേക്ക് ചെയ്തപ്പോഴേക്കും അബദ്ധങ്ങളോട് അബദ്ധങ്ങളാണ്. പൂരപ്പറമ്പിൽ പറ്റുന്ന അബദ്ധങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ അബദ്ധങ്ങളുടെ പെരുമഴയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതാരാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ആരാണ് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത്, ആരാണ് മലയാളത്തിലെ ഡയലോഗ് എഴുതിയത്, ഇതെല്ലാം തപ്പിക്കൊണ്ട് നടക്കുകയാണ് ആളുകൾ. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിക്കണം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഇത് തങ്കൻ ചേട്ടൻ സ്റ്റുഡിയോസാണ് ഇത് ഡബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് സംഭവം. എന്താണെന്ന് വ്യക്തമായി പറഞ്ഞുതരാം. ട്രെയിലറും ടീസർ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ഈ ശ്രീകാന്ത് ഒടേല ചിത്രമായ പാരഡൈസ് നാനിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് വരുന്നത്. ഈ ചിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴേക്കും ഒരു വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അബദ്ധം ഇതിൻ്റെ അണിയർ പ്രവർത്തകർക്ക് സംഭവിക്കുകയും ചെയ്തു. വലിയ മാസ് ആക്ഷൻ ഹീറോ ആയിട്ട് നാനിയുടെ ഒരു പരകായ പ്രവേശമാണ്. അതിൽ ടീസറിൽ 1 മിനിറ്റ് 8 സെക്കൻഡ് ആകുമ്പോഴേക്കും നാനിയുടെ കൈയുടെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ കൈയുടെ ഇടത്തെ കൈയാണെന്ന് തോന്നുന്നു. ആ ഇടത്തെ കൈയിലേക്ക് ഒരു പച്ച കുത്തിയിട്ടുണ്ട്, ടാറ്റു ആണ്. അപ്പോൾ അത് തെലുങ്കിൽ എന്തുവാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ആ വാക്കിൻ്റെ അർത്ഥം എന്താണോ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് ആ ടാറ്റു മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയപ്പോഴേക്കും സംഭവിച്ച ഏറ്റവും വലിയ പിശക്, മലയാളത്തിലെ ഏറ്റവും വലിയൊരു തെറി ആ കയ്യിൽ ടാറ്റു കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തെറി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായി. അപ്പോൾ ടീസർ കണ്ടവർക്ക് നല്ല വ്യക്തമായ പച്ച മലയാള ഭാഷയിൽ ആ ടീസറിൽ ആ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല പച്ച ടാറ്റുവിൽ പച്ച മലയാള ഭാഷയിൽ ആ തെറി കൃത്യമായി കാണാം. ഇപ്പോൾ ഏകദേശം ആ ടീസർ ഇറങ്ങിയിട്ട് ഒരു 22-24 മണിക്കൂർ ആവാറായി. പക്ഷേ എന്നിട്ട് പോലും ആ ടീസർ ഇതുവരെ മാറ്റിയിട്ടില്ല അണിയർ പ്രവർത്തകർ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കോമഡി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആ ടീസർ ഇതുവരെ റിമൂവ് ചെയ്തില്ല എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇപ്പോൾ അത് ട്രെൻഡിങ് നമ്പർ 1 ആണ്, സ്വാഭാവികമാണല്ലോ. കാരണം ഇത്രയും വലിയൊരു അബദ്ധം സംഭവിക്കുമ്പോഴേക്കും മലയാളികൾ അത് കണ്ണടച്ച് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്, വാർത്താ മാധ്യമങ്ങളിൽ വൈറലാണ്, കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ വൈറലാണ്. അതിൽ ചില കമൻറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ ടാറ്റു മലയാളം VFX ബൈ തങ്കൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. തങ്കൻ ചേട്ടൻ നമ്മൾ ഈ ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഈ തെറിയൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും ജോജുവിൻ്റെ ഒരു ഹിറ്റ് ഡയലോഗൊക്കെ ഉണ്ടല്ലോ ചുരുളിയിൽ, അതിൽ തങ്കൻ ചേട്ടൻ റെഫറൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കമൻറ്റ് സെക്ഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടൈം ലൈൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ 1 മിനിറ്റ് 8 സെക്കൻഡിൽ കൃത്യമായി ഈ തെറി വരുന്ന പോർഷനിൽ ടൈം ലൈനൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ പുതുതായിട്ട് ഈ ടീസർ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് പല ആളുകളും കമൻറ്റിൽ ടൈം ലൈൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് വന്ന സാധനം ഇതാണ്, ഈ ടൈമിൽ കുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അവർക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇത്രയും വലിയൊരു അബദ്ധം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊരു വലിയ ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഈ ടാറ്റോയിൽ മാത്രമല്ലെന്നേ, ഈ ടീസറിൻ്റെ അവസാനം ഞാൻ ഈ ഇൻട്രോ പറഞ്ഞ ആ അമ്മയുടെ എന്ന് പറയുന്ന ആ പോർഷൻ പോലും ഈ ടീസറിലുള്ള ഡയലോഗാണ്. അത് അവിടെ വെച്ച് ഒരു എൻഡ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് ഒരു നായകൻ്റെ ഒരു ഭീകരമായ ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അത് വളരെ കോമഡി ആയിട്ടുണ്ട്. അത് സീരിയസ് ആയിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ തമാശയായിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണയായി ഞാൻ ഈ ചിത്രങ്ങളൊക്കെ പുറത്ത് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നാനിയുടെ ചിത്രങ്ങളുടെ ടീസർ വരുന്ന സമയത്തൊക്കെ തന്നെ വലിയ ട്രെൻഡിങ് ആഘോഷമാണ്. കാരണം അതൊരു തെലുങ്ക് ചിത്രം മാത്രമല്ല. ഈ ശ്രീകാന്ത് ഒടേല നാനിയുടെ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ദസറ കേരളത്തിൽ വലിയ വിജയമായി മാറിയ ചിത്രവും കൂടിയാണ്. ദസറ ഓവറോൾ വലിയ കളക്ഷൻ നേടിയ ചിത്രമാണെങ്കിൽ പോലും കേരളത്തിൽ നാനി ഫാൻസും ഏറ്റെടുത്തത്, കുടുംബ പ്രേക്ഷകരും കൂടി ഏറ്റെടുത്ത ഒരു ചിത്രവുമായിട്ടാണ് ദസറ മാറിയത്. ആ കൂട്ടുകെട്ടിൽ വീണ്ടും പാരഡൈസ് എന്നൊരു ചിത്രം എത്തുമ്പോഴേക്കും ആദ്യം തന്നെ ഇങ്ങനെ ഒരു വലിയ അബദ്ധത്തിലേക്ക് മാറേണ്ടി വരുമെന്ന് ചിന്തിച്ചിരുന്നതേ ഇല്ല. കാരണം കൃത്യമായി എനിക്ക് തോന്നുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ കൃത്യമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതുപോലുണ്ട്. എന്തായാലും വിമർശനങ്ങൾ, ട്രോളുകൾ ഒക്കെ തന്നെയായി ഏറലാണ് നാനിയും കൂട്ടരും. അത് അങ്ങ് നാനിയുടെ നാട്ടിൽ എന്നുള്ളൊരു കാര്യമല്ല, ഇങ്ങോട്ട് ഈ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടും കൂടിയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ടീസർ എന്തുകൊണ്ടാണ് അവരിപ്പോഴും റിമൂവ് ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോ ഇത് അവർ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലെ വൈറലാവാൻ വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ ഇത് എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, ഇതാരും റീചെക്ക് ചെയ്തില്ലേ, ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പുറത്ത് ഔട്ട് വന്നത്? കാരണം ഇതൊരു ചെറിയ ചിത്രമല്ലല്ലോ, ഇത് ഏറ്റവും വലിയൊരു ചിത്രം, അത്രമേൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു ടീസർ അതിൻ്റെ മലയാളം പതിപ്പിലേക്ക് വരുമ്പോഴേക്കും ഇതിന് മനഃപൂർവ്വം ചെയ്തെടുത്തതാണോ എന്നുള്ള രണ്ട് പക്ഷങ്ങൾ ചിന്തിച്ചെടുക്കാമല്ലോ. അത് രണ്ടും ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ടീസർ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്.